പ്രഖ്യാപനം മുതലേ ഏറെ ശ്രദ്ധ നേടുന്ന സിനിമയാണ് നിതീഷ് തിവാരിയുടെ വരാനിരിക്കുന്ന രൺബീർ കപൂർ ചിത്രം രാമായണ. വൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കുമായി ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കാറുള്ളത്. സിനിമയുടെ ബജറ്റ് 4000 കോടി രൂപയാണെന്ന് കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് നമിത് മൽഹോത്ര വെളിപ്പെടുത്തിയിരുന്നു. 2 ഭാഗങ്ങളായുള്ള ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ഇത്രയും ചെലവ് വരുമെന്ന് ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു നിർമ്മാതാവ് അവകാശപ്പെട്ടത്. എന്നാൽ ഇപ്പോഴിതാ രാമായണ സിനിമയുടെ ബജറ്റിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചലച്ചിത്ര പ്രവർത്തകർ. 4000 കോടി ബജറ്റ് എന്നത് അവിശ്വസനീയമാണെന്നാണ് സംവിധായകരും നിർമ്മാതാക്കളും ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത്. ഒരു സിനിമയ്ക്കായി ഇത്രയും വലിയ നിക്ഷേപം നടത്തിയാൽ അത് തിരിച്ചുപിടിക്കാൻ മാത്രം കഴിവുള്ള ഏത് കമ്പനിയാണ് ഉള്ളതെന്നായിരുന്നു മുൻപ് ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധായകന്റെ ചോദ്യം. 4000 കോടിയോ? നിങ്ങളെന്താ തമാശ പറയുകയാണോ? അവിശ്വസനീയമാം വിധം പെരുപ്പിച്ചു കാട്ടിയ കണക്കാണിത്. കേട്ടിട്ട് ചിരി വരുന്നു. അല്പമെങ്കിലും ബോധമുള്ള ഒരു നിർമ്മാതാവോ അദ്ദേഹത്തിന്റെ നിക്ഷേപകരോ ഇത്രയും വലിയ തുകയ്ക്ക് റിസ്ക് എടുക്കില്ലെന്നും രാമായണം ആസ്പദമാക്കി ഒടുവിലിറങ്ങിയ ആദിപുരുഷന്റെ നിർമ്മാതാക്കളായ ടി സീരീസിന് അവരുടെ 650 കോടി നിക്ഷേപത്തിൽ 200 കോടിയുടെ നഷ്ടമുണ്ടായെന്നും സംവിധായകൻ പറഞ്ഞു. അവതാർ, ഡ്യൂൺ, മാട്രിക്സ്, ലോർഡ് ഓഫ് ദി റിംഗ്സ് എന്നീ ചിത്രങ്ങളെല്ലാം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വിഷ്വൽ എഫക്ട്സ് ഉള്ള ചിത്രമായിരുന്നു. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. തങ്ങളുടെ സൃഷ്ടിയെ സ്വയം സംസാരിക്കാൻ അനുവദിക്കുകയായിരുന്നു എന്ന് രാമായണ അണിയറക്കാരെ പരിഹസിച്ചുകൊണ്ട് സംവിധായകൻ സഞ്ജയ് ഗുപ്തയും പറഞ്ഞു. യശ്, അമിതാഭ് ബച്ചൻ, സണ്ണി ഡിയോൾ, വിക്രാന്ത് മാസി, രവി ദുബെ, ലാറ ദത്ത, ഇന്ദിര കൃഷ്ണൻ, വിവേക് ഒബ്രോയ് എന്നിവരുൾപ്പെടെയുള്ള മികച്ച താരനിരയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. രൺബീർ കപൂർ രാമനും യശ് രാവണനുമായി എത്തുന്ന ചിത്രത്തിൽ സീതയായാണ് സായി പല്ലവി വേഷമിടുന്നത്. ബ്രഹ്മാണ്ഡ ചിത്രത്തിനായി രൺബീറും യശും സായി പല്ലവിയും വാങ്ങുന്ന പ്രതിഫലവും ഈയിടെ ചർച്ചയായിരുന്നു. പ്രശസ്ത ഹോളിവുഡ് സംഗീത സംവിധായകൻ ഹാൻസ് സിമ്മറും ഇന്ത്യൻ ഇതിഹാസം AR റഹ്മാനും ചേർന്നാണ് സംഗീതം ഒരുക്കുന്നത്. നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോയും നടൻ യഷിന്റെ ഉടമസ്ഥതയിലുള്ള മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് നിർമ്മാണം. ആദ്യ ഭാഗത്തിൽ കൂടുതലും രാമന്റെ കഥ പറയാനാണ് അണിയറ പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. 2ാം ഭാഗത്തിലാണ് രാമന്റെയും രാവണന്റെയും കഥ പറഞ്ഞ് അണിയറക്കാർ ഒരുക്കുക. രാമായണയുടെ ആദ്യ ഭാഗം 2026 ദീപാവലി റിലീസായും 2ാം ഭാഗം 2027 ദീപാവലിക്കും റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ.